ഒന്നും കൂടി മെഡിറ്റേഷൻ സിസ്റ്റം കൂടെ പറഞ്ഞു പോവാം. ഇപ്പൊ വന്ന ഏകദേശം ആളുകളൊക്കെ ഞാൻ പരിചയമായി എന്നാണ് ധാരണ. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വോയിസിൽ വരാവുന്നതാണ്. NLPന്റെ സിസ്റ്റത്തിൽ 5, അതായത് നമ്മുടെ അബോധ മനസ്സിൽ 5 സിസ്റ്റത്തിലൂടെയാണ് ഇൻഫർമേഷൻ കിട്ടുക. കാണുന്നു, കേൾക്കുന്നു, മണക്കുന്നു, രുചിക്കുന്നു, പിന്നെ സ്കിന്നിന്റെ ടച്ചിങ്സ്, അതിലൂടെയാണ് ഇൻഫർമേഷൻ കിട്ടുക. അപ്പോൾ ആ ഇൻഫർമേഷൻ കിട്ടുന്നതിനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഒരാൾക്കൊരു വസ്തുവിനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ പേടിയാണ്, ഇഷ്ടത്തിനെ വെറുപ്പാക്കി മാറ്റണമെങ്കിലും പേടിയെ ഇഷ്ടമാക്കി മാറ്റാനും ഒക്കെ നമ്മൾ ഈ സബ്മൊണാലിറ്റീസ് എന്നാ പറയാം. കാഴ്ചയുടെയും കേൾവിയുടെയും എന്താ പറയുക, മണത്തിൻ്റെയും രുചിയുടെയും അതുപോലെ തന്നെ ഫീലിങ്സിൻ്റെയും ഒക്കെ വകഭേദങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഡീപ്പായിട്ട് നമ്മൾ അബോധ മനസ്സ് കയറിയിട്ട് കളിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മള് MA സൈക്കോളജി ചെയ്യുന്ന ആളൊന്നും ഇടപെട്ട് പറഞ്ഞു വല്ലതും മനസ്സിലായോ ഈ പറഞ്ഞത്? എന്നിട്ടല്ലേ സാധാരണക്കാരന്റെ കഥ. നീനു പറയൂ. ഇല്ല സർ, മനസ്സിലായില്ല. വെരി ഗുഡ്. സെലീന, നിങ്ങൾക്ക് മനസ്സിലായോ? സക്കീന, നിങ്ങൾക്ക് മനസ്സിലായോ? ചോദ്യം കേട്ടില്ല സാറേ. സമാധാനായി. എന്നാ സെലീന പറ. നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അതിന്റെ ഡീപ്പിലൂടെ പോയാൽ നമ്മൾ കിട്ടിയ ആ വകഭേദത്തിനെ നമുക്ക് മാറ്റാം. ഇഷ്ടത്തിനെ വെറുപ്പാക്കിയിട്ട് മാറ്റാം, വെറുപ്പിനെ ഇഷ്ടമാക്കിയിട്ടും മാറ്റാം. അതിലേക്കൊന്നും എത്തിയിട്ടില്ല. അല്ല, എത്തിയില്ല. പറഞ്ഞ കണ്ടന്റ് മനസ്സിലാകുക എന്നുള്ള ചോദ്യമായിരുന്നു. സംഭവം ഒക്കെ പറയണമെന്നുണ്ടെങ്കിലും അത് വിശദമായി ഡീപ്പായിട്ട് പറയേണ്ട കാര്യത്തിന് ഒരു ആമുഖം പറയണ പോലെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എന്നറിയാം. അതുകൊണ്ടാണ് ആ ധൈര്യത്തിലാണ് ഞാൻ പിന്നെ സൈക്കോളജി പഠിച്ച ആൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ MSc സൈക്കോളജിയാണ്. MSc സൈക്കോളജി പഠിച്ച എന്നോട് ഒരാളുടെ ഭയത്തിനെ മാറ്റാൻ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് അയാളുടെ ഭയം മാറ്റാൻ 15 ദിവസം വേണം. എന്താ നിങ്ങളുടെ അഭിപ്രായം? എത്ര സെഷൻ വേണം? നീനു പോയാ? എന്താ സാർ, ഒന്നും കൂടെ പറയോ? ഒരാളുടെ ഭയത്തിനെ മാറ്റാൻ എത്ര സമയം വേണ്ടി വരും? എത്ര സിറ്റിംഗ് വേണ്ടി വരും? അയ്യോ, അറിയത്തില്ല. ഫൈനൽ ഇയർ ആയില്ല, അത് ഫസ്റ്റ് ഇയറാ? അതായത് ഇഗ്നു വഴി. അപ്പൊ നമ്മള് സെൽഫ് ആയിട്ടാ പഠിക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ നിങ്ങളെ ബാച്ചിലെ മുഴുവൻ ആളുകളോടും പറ്റുമെങ്കിൽ നമ്മളെ കൂടെ തന്നെ കൂടാൻ വേണ്ടി പറഞ്ഞോളി. അപ്പൊ നിങ്ങൾക്ക് എല്ലാരും കൂടെ കൂടുമ്പോൾ നല്ല രസമായിരിക്കും. സിനർജി എന്ന് പറയും. അതായത് നമ്മളൊരു ഒരു ഈർക്കിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചൂലിലെ ഒരു ഈർക്കിൽ വെച്ചിട്ട് നമുക്കൊരു വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ കഴിയുമോ? ഇല്ല. നേരെ ഒരു കൂട്ടമാണെങ്കിൽ നമുക്ക് വേഗം ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്കും നന്നായി പഠിക്കാൻ പറ്റും, നിങ്ങൾക്കും ഒരുപാട് സാധനം കിട്ടും, കൂടെ വരുന്ന ആളുകൾക്കും കിട്ടും ഒരുപാട് സാധനം. അപ്പൊ പറഞ്ഞു വന്നത് സിനർജി എന്ന് പറയാം. ഒരു ഗ്രൂപ്പിന്റെ റാപ്പ് കാരണത്താൽ നമുക്ക് വല്ലാത്തൊരു മാറ്റം വരും. അപ്പൊ കൂടെയുള്ള പഠിക്കുന്ന ആൾക്കാരൊക്കെ കൂടെ കൂട്ടിപ്പോണ്ട് കേട്ടോ. ഓക്കെ. ഇത് ക്ലാസ് മെച്ചമാണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ മോശമാണെങ്കിൽ ആരെയും വിളിക്കും വേണ്ട, അറിയിക്കും വേണ്ട. ഓക്കെ, ഇവിടെ തീരട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരാൾ ഭയം മാറ്റണമെങ്കിൽ നമ്മൾ പഠിച്ച പ്രകാരം ആ ആളുടെ കേസിനെ മനസ്സിലാക്കി വന്നതിന്റെ ഓരോരോ കേസുകൾ മാറ്റി അയാൾക്ക് പോസിറ്റീവ് എനർജി കൊടുത്തിട്ടൊക്കെ വേണം അയാളുടെ ഭയം മാറ്റാൻ. എന്നാൽ നമുക്ക് NLPയിൽ ജസ്റ്റ് ഒരു ആങ്കറിങ് കൊടുക്കും. അയാൾക്ക് പേടി മാറാൻ മനസ്സിലൊരു ധൈര്യം കൊടുക്കുന്ന ഒരു പോയിന്റ്. ഏതെങ്കിലും കാലത്ത് സന്തോഷം കിട്ടിയ ആ സന്തോഷത്തിന് നമ്മൾ കയ്യിലോ ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ ആങ്കർ ചെയ്ത് വെക്കും. തൽക്കാലം അങ്ങനെ കേട്ടാൽ മതി. ഡീപ്പായിട്ട് നമുക്ക് ഹയർ സ്റ്റഡീസിൽ പഠിക്കാം. അതോടുകൂടെ തന്നെ ഇവിടെ ഇത് പ്രസ് കൊടുക്കുന്നതോടുകൂടെ, അല്ലെങ്കിൽ അവിടെ നമ്മൾ നിലവിലുള്ള ആ മൈൻഡിനെ തെറ്റില് അല്ലെങ്കിൽ അയാൾ പേടിക്കുന്ന വിഷയത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇതിലേക്ക് ട്വിസ്റ്റ് ചെയ്യും. അതായത് പേടിക്കുന്നത് നമ്മൾ പാമ്പിനെയാണെങ്കിൽ, ഇഷ്ടപ്പെട്ടത് നമ്മൾക്ക് ആ ഒരു കാലത്ത് 10ാം ക്ലാസ്സിലൊക്കെ നല്ലൊരു മാർക്ക് കിട്ടിയ ആളുകൾ നമ്മളെ അഭിനന്ദിച്ച ആ ഒരു വേദിയാണെങ്കിൽ, ഈ വേദിയെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ആ ഫോബിയയെ മാറ്റും. അതാണ് നമ്മൾ ചെയ്യാറുള്ള ചെറിയൊരു ടെക്നിക്ക്. ഇത് ഡീപ്പായി ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ഡീപ്പായിട്ട് നമുക്ക് പോകാൻ കഴിയും. ഓക്കെ, പറഞ്ഞു വന്നത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരാളുടെ ഫോബിയ മാറ്റാം. ഉപയോഗിക്കുന്നത് NLPയിലെ തന്ത്രങ്ങൾ, ടെക്നിക്കുകളാണ്. അപ്പൊ അങ്ങനത്തെ ടെക്നിക്കുകൾ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ വേറെ അടുത്തെങ്കിലും പഠിക്കണം എന്നാണ്
സൈക്കോളജി പഠിക്കുന്ന ആളോട് പറഞ്ഞിട്ട് നമ്മൾ നേരെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇനി കൂടുതൽ സമയം ഉണ്ടാവില്ല, അരമണിക്കൂറൊന്നും ഇത് കട്ടാകാൻ നിൽക്കില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് റൂമിൽ തനിച്ചിരിക്കുക, വേറെ ആരും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല, നിങ്ങളെ ശ്രദ്ധയെ പിടിച്ചു കൊണ്ടുപോകില്ല എന്ന് ഉറപ്പുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുക. പറ്റുമെങ്കിൽ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇരുന്നോളൂ. എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണ് തുറന്നാൽ മതി. കണ്ണടച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ കണ്ണ് തുറക്കുക, ലൈറ്റ് ഓൺ ചെയ്യുക, എന്നിട്ട് എന്റെ ബാക്കി വാക്കുകൾ കേൾക്കുക. പറഞ്ഞ കമന്റ് ക്ലിയർ ആയി കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഫ്രീ ആയിട്ട് ഇരിക്കണം. പറ്റുമെങ്കിൽ കുട്ടികളൊന്നും കൂട്ടാതെ നിങ്ങൾ തനിച്ചിരിക്കുക. ഞാൻ പറയണു, നിങ്ങൾ ചെവിയിൽ വെക്കുന്നു. അങ്ങനെ ഇയർഫോൺ ഉണ്ടെങ്കിൽ ദ ബെസ്റ്റ്. നല്ലൊരു മ്യൂസിക് ഒക്കെ തരേണ്ടതാണ്. മ്യൂസിക് ഒന്നും ഇവിടെ അല്ല, അതുകൊണ്ട് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുമോ ഇരുന്നോളൂ. ഇരിക്കുകയാണെങ്കിൽ ഭൂമിയിൽ, തറയിൽ നിങ്ങളെ കാല് വെക്കണം, ചെരുപ്പിലല്ല, തറയിൽ കാല് വെക്കണം. നട്ടലിനെ സ്റ്റഡി ആക്കണം. നിങ്ങളെ ജീവൻ എടുത്തു പോവുകയാണെങ്കിലും അങ്ങനെ വടിയായിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കാൻ കഴിയണം. ഇപ്പൊ ഞാൻ ചിരിക്കണില്ലേ, ഇതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ അവസാന ശ്വാസം നമ്മളിൽ നിന്ന് പോകുമ്പോഴും ചിരിക്കാൻ നമുക്ക് കഴിയണം. അതിന് ചിരി ശീലമാക്കി നമുക്ക് തുടങ്ങണം. ചോദിച്ചോളൂ. അത് എനിക്ക് പേടിയുടെ അസുഖമുണ്ട്, അതും മരണത്തിന്റെ ആണ്. വെരി ഗുഡ്. അങ്ങനെ വേണം, നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. പേരൊന്നുകൂടി പറഞ്ഞാണ്? സമീറ. വീട് എവിടെയാ? കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല. വെരി ഗുഡ്. കണ്ണൂർ ജില്ലയിൽ എവിടെ? ജില്ലയിൽ പയ്യന്നൂര്. പയ്യന്നൂര് അങ്ങനെ വല്ലാതെ പോകുമ്പോ ഹോട്ടലില്ലല്ലോ. മറ്റേത് കളിക്കണോടത്തും ഇരിക്കണോടത്തും പെറുക്കണോടത്തും ഒക്കെ പോണ സാധനം ബോംബ് പൊട്ടുന്ന നാടെന്നൊക്കെ ആദ്യത്തെ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ നല്ല ജസ്റ്റ് പറയാണ്, നല്ല സ്നേഹമുള്ള ഒരുപാട് ആളുകളുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ആളാണ് കണ്ണൂർക്കാരുടെ. ഞാൻ കാസർഗോഡ് ഗവൺമെന്റ് ജോലി ചെയ്യുമ്പോൾ തിരിച്ചു വരുന്ന വഴിയിലൊക്കെ എന്റെ വണ്ടിക്ക് എണ്ണ അടിക്കാനുള്ള പൈസ ഒക്കെ കണ്ണൂര് വടകര ഭാഗങ്ങളിൽ നിന്നാണ് കിട്ടുക. എനിക്കുള്ള നല്ല ഭക്ഷണങ്ങളൊക്കെ കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്ന തലശ്ശേരി, പയ്യന്നൂര് ഭാഗങ്ങളിൽ നിന്നാണ് കിട്ടുക. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് അട്ടപ്പാടി ഭാഗത്തേക്ക്, പാലക്കാട് ജില്ലയിലേക്ക് പോകുന്നത്. അപ്പൊ നല്ല മനുഷ്യന്മാരാണ്. നിങ്ങൾ ആ ഭയത്തിനവിടെ വെച്ചോളൂ കേട്ടോ, അത് എടുത്ത് കളയണ്ട. അതുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഉള്ളിൽ ഇത്രയെങ്കിലും നന്മ ഉള്ളത്. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ആരായി മാറിയിട്ടുണ്ടാവും. ആ പോയിന്റ് കിട്ടിയോ? മനസ്സിലായോ പറഞ്ഞതിന് പോയിന്റ്? അത് കൊറേ ഇഷ്ടപ്പെട്ട ആളെല്ലാം മരിച്ചോണ്ട് ആ മരണത്തിനെ പേടി അത്രയും. നോ അതല്ല. നമ്മുടെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ നന്മയുടെ മാലാകയും തിന്മയുടെ മാലാകയും ഉണ്ട്. തിന്മയുടെ മാലാകക്ക് വിളയാടാനുള്ള അവസരം കൊടുക്കാതിരിക്കാൻ നമ്മൾ കണ്ടെത്തിയ ഒരു ഐഡിയയാണ് ഈ മരണത്തിനുള്ള ഭയം. നിങ്ങൾ ഭയപ്പെട്ടില്ല, ഞങ്ങൾ മരിക്കാതിരിക്കുമോ? മരണത്തെ വല്ലാതെ ഭയപ്പെട്ടു, എന്നാ മരിക്കുമോ? സമയാവും പോവും. അത്രയല്ലേ ഉള്ളൂ. അപ്പോ മരണത്തിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഏതായാലും. എന്നിട്ട് നെട്ടി തേച്ച് നിങ്ങൾ കരയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയി ക്ലാസ്സിനുള്ളത്. ഇല്ല, ആ ഭയം തന്നെയാണ് മാറുകയാണെങ്കിൽ അത് അതിനേക്കാൾ വലിയ എക്സ്പീരിയൻസ് ആയില്ലേ. ഓരോ ഓരോ ചങ്ങാതിമാരും നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഓരോ പാർട്ടിസിപ്പൻസും നമ്മുടെ അനുഭവങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്നും വേണ്ട, സുന്ദരമായിട്ടിരുന്നോ. വല്ലാത്ത ഭയം വരികയാണെങ്കിൽ കണ്ണ് തുറന്നോ, അപ്പൊ സ്ക്രീനിൽ എന്നെ കാണും. അതോടുകൂടെ നിങ്ങൾ ആ പേടിച്ച ആള് പോയിക്കോളും. ഓക്കെ, ഇപ്പൊ ധൈര്യം കിട്ടിയോ? ധൈര്യം കിട്ടിയോന്ന് വെച്ചാ കുറച്ച് കിട്ടിയോ? കൈ ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ പിടിച്ചോ. പിടിച്ചിട്ട് നേരെ നിങ്ങളെ മടിയിൽ വെക്ക്, കാലിൽ വെക്ക്. പറഞ്ഞേ ഐ ആം സ്ട്രോങ്. പറഞ്ഞേ. ഞാൻ കേൾക്കുന്നില്ല, ഒന്നും കൂടെ പറഞ്ഞേ. അതെന്റെ മൈക്കിന് കുറച്ച് ഒരു കുഴപ്പമില്ല, പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് കുറച്ചുകൂടി സ്ട്രോങ് ആയി പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഒന്നും കൂടെ. ഇനി നിങ്ങളുടെ അസറായിൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മാത്രം നിങ്ങൾ മരിച്ചാൽ മതി, അതിന് മുന്നേ നിങ്ങൾ മരിക്കണ്ട കേട്ടോ. ഭീര് ഒരുപാട് ദിവസം മരിക്കും, ധൈര്യവാൻ ഒരു ദിവസമേ മരിക്കുള്ളൂ. നിങ്ങൾ ഏതാ? സ്ട്രോങ് ആണ്. വെരി ഗുഡ്. അപ്പൊ കൈ
സ്ട്രോങ് ആയി പിടിച്ചാൽ മതി. ഇതൊരു ആങ്കറിങ് അതിന് പറയേണ്ടത്. ഈ സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ വല്ലാതെ ഭയപ്പെടുന്നു വേണ്ട. ഭയം വരുന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയി പിടിക്കുക. ഇങ്ങനെയല്ല പിടിക്കേണ്ടത്, ഇങ്ങനെ പിടിക്കുക. ഞാൻ വെച്ച പോലെ കൈയും തറയിൽ അല്ല നിങ്ങളെ മടിയിൽ വെക്കുക കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പേടിയുണ്ടോ? അതെ, പേടിയുണ്ടോ എന്നാണ് ചോദിക്കണേ. പേടിയുണ്ടോ എന്ന് ചോദിക്കണേക്കാൾ നല്ലതാണല്ലോ പിന്നെ ധൈര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കലേ. അതാണ് അങ്ങനെ ആ വാക്കിനെ മാറ്റി പിടിച്ചാണ്. ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക, പച്ചമലയാളത്തിൽ ചോദിക്കുകയാണ്. പണ്ടൊരു വയസ്സായ ആൾ പറഞ്ഞ കേട്ടില്ല നിങ്ങള്, അയാൾക്ക് ഇടി പൊട്ടുന്നത് വലിയ പേടിയാണ്. ഇടിയും മിന്നലും, ഇടി വലിയ പേടിയാണ്. അപ്പൊ മക്കള് കൊച്ചുമക്കള് ചുറ്റും കളിക്കുന്നുണ്ട്. കളിക്കുന്ന സമയത്ത് ഇടികൾ പൊട്ടിയപ്പോ മക്കളോട് പറയണം, മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇടി പേടിയുണ്ടോ എന്ന് ചോദിച്ചു. മക്കൾ പറഞ്ഞു, ആ പേടിയുണ്ട്. എന്നാ ഓടി വരൂ, എന്റെ ചുറ്റും നിന്നോളൂ. അതെന്തിനാ ചുറ്റും നിൽക്കണേ? എന്റെ പേടി മാറാൻ. അപ്പൊ പേടിയെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മെഡിറ്റേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. റെഡി? അപ്പോൾ നിങ്ങൾ ആ ഒരു സംശയം ചോദിച്ചതോടുകൂടെ നമുക്ക് ക്ലാസ്സിന് കുറച്ചും കൂടി ആക്ടിവിറ്റി കിട്ടുകയാണ്. അപ്പൊ ചോദിക്കുന്നതിന് എനിക്ക് അതായത് ഒരു തടസ്സമില്ല, ചോദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഓക്കെ, മെഡിറ്റേഷൻ തുടങ്ങിയാൽ പിന്നെ ചോദിക്കാൻ പാടില്ല. തുടങ്ങാം. അപ്പൊ കാല് തറയിൽ വെച്ചിട്ടുണ്ട്, കൈ പറ്റുമെങ്കിൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് കാൽമുട്ടിൽ വെക്കുക, സ്റ്റഡി ആയിട്ട് അവിടെ ഇരിക്കുക. ഓക്കെ, ഇനി ശ്വാസത്തിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ശ്വാസം നന്നായിട്ട് എടുക്കുക. ഞാൻ തൽക്കാലം നിങ്ങളുടെ എല്ലാം മൈക്ക മ്യൂട്ട് നിൽക്കുകയാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ റൈസ് ഹാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ നിങ്ങളെ മൈക്ക മ്യൂട്ട് അൺമ്യൂട്ട് നിൽക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. ആരുടെയെങ്കിലും മൈക്ക മ്യൂട്ട് ആയാൽ അല്ലെങ്കിൽ സൗണ്ട് വന്നാൽ ബാക്കിയുള്ള ആളുകൾക്ക് അസ്വസ്ഥത വേണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കൈവച്ചു ശ്വാസത്തിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. നന്നായി ശ്വാസം എടുക്കുന്ന, ദീർഘമായിട്ടൊരു ശ്വാസം എടുക്കുക. ഹോൾഡ് ചെയ്യുക, സാവധാനം പുറത്തേക്ക് വിടുക. ഒന്നും കൂടെ മൂക്കിലൂടെ തന്നെ എടുക്കുക, മൂക്കിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. ഒന്നും കൂടെ ഹോൾഡ് ചെയ്യുക, ഈ ശ്വാസം വായിലൂടെ പുറത്തുവിടുക. ഒന്നും കൂടെ ശരീരം ഒന്നും കൂടെ ശാന്തമാവട്ടെ. ദീർഘമായൊരു ബ്രീത്ത് എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, സാവധാനം വായിലൂടെ പുറത്തുവിടുന്നു. ഇനി നമ്മൾ നല്ല ഒരു സുഖം അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ണ് സാവധാനം അടക്കാം. ഇപ്പോൾ നമ്മുടെ പരിസരം ഒന്ന് നമ്മൾ കേൾക്കാം. പരിസരത്തുള്ള ആളുകളെല്ലാം ഉറങ്ങാൻ പോവുകയാണ്, ഉറങ്ങിയിട്ടുണ്ട്. സമയമാണെങ്കിൽ 10 മണിയിലേക്ക് എത്തിയിട്ടുണ്ട്. പരിസരം മുഴുവനും സുഖ നിദ്രയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ എന്തിനൊക്കെയോ വെമ്പൽ കൊള്ളുന്ന മനസ്സാണ്. ഈ മനസ്സിന് നമ്മൾ ശാന്തിയും ശാന്തതയും സമാധാനവും കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്വാസം നന്നായി എടുക്കുക, സാവധാനം വിടുക. ഇനി എടുക്കുന്ന ഓരോ ശ്വാസത്തിലും നല്ല പോസിറ്റീവായൊരു വൈബ് നിങ്ങൾക്ക് കിട്ടണം, നല്ല ശാന്തത കിട്ടണം, സമാധാനം കിട്ടണം. അതിൻ്റെ കണികകളാണ് ഇനി ശ്വാസത്തിലൂടെ ഓക്സിജനായിട്ട് കയറുന്നത്. അതങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ മൂക്കിലൂടെ പോയി ശ്വാസകോശത്തിലെത്തി അവിടെ രക്തത്തിൽ ലയിച്ച് ഓരോ കോശങ്ങളിലേക്കും അതങ്ങനെ സഞ്ചരിക്കട്ടെ. ഇപ്പോൾ ശരീരത്തിന്റെ ഓരോ ഭാഗത്തേക്കും നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി വന്നുകൊണ്ടേയിരിക്കുന്നത് ഫീൽ ചെയ്യും. ശരീരം മുഴുവനും ആ ഒരു ഉന്മേഷം പാസ് ചെയ്യണത് ഫീൽ ചെയ്യും. ജസ്റ്റ് ഒരു ശ്വാസഗതിയിൽ എന്തെല്ലാം നടക്കുന്നു എന്ന് എൻ്റെ സൃഷ്ടാവ്, ഈ ശരീരം സൃഷ്ടിച്ച സൃഷ്ടാവ് എന്തെല്ലാം സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. അതിന് പ്രൈസ് ദ ലോർഡ്, അൽഹംദുലില്ലാ, സർവശക്തന് സ്തുതി ജസ്റ്റ് ഒന്ന് മനസ്സിൽ പറയാം. സൃഷ്ടാവിന് നന്ദി പറയാം, ഈ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയാം. ശ്വാസം എടുക്കുന്നു, ഓക്സിജൻ സ്വീകരിക്കുന്നു. ആ ഓക്സിജനോടൊപ്പം തന്നെ നല്ല ശാന്തതയും സമാധാനവും ഐശ്വര്യവും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും പാസ് ചെയ്യാണ്. ശരീരത്തിൽ ആരോഗ്യമെന്ന സാധനം ഉണ്ടെന്ന്, ആരോഗ്യമെന്ന അവസ്ഥയുണ്ടെന്ന് തിരിച്ചറിയണം. ഇപ്പോൾ നമുക്ക് നമ്മളുടെ രക്തം പമ്പ് ചെയ്യുന്നത് തിരിച്ചറിയാം.
അവിടെയുള്ള നെഗറ്റീവ് എനർജി, കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം കലർന്നിട്ട് നിശ്വാസവായുവിലൂടെ പുറത്തേക്ക് വരുന്നതും ഫീൽ ചെയ്യും. ഇനി ശക്തമായി ശ്വാസം പുറത്തേക്ക് വിടും. ആ പുറത്തേക്ക് വിടുന്നതിൽ നിങ്ങളുടെ നിശ്വാസവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിനോടൊപ്പം തന്നെ ശരീരത്തിന് ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജികളും പാസ് ചെയ്യുന്നുണ്ടെന്ന് തിരിച്ചറിയും. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ ശരീരം മുഴുവനും ശാന്തത കൈവരിയണത് തിരിച്ചറിയാം. ഇനി നമ്മളെല്ലാവരും കൂടെ ജസ്റ്റ് ഒരു ടൂർ യാത്ര പ്ലാൻ ചെയ്യാം. നിങ്ങൾ കണ്ണടച്ചവിടെ ഇരുന്നോളൂ. ഞാൻ അങ്ങനെ പറയണത് ജസ്റ്റ് ഇങ്ങനെ കേട്ടാൽ മതി. ശ്വാസം നന്നായി എടുത്തോളൂ, സാവധാനം റിലാക്സ് ചെയ്തോളൂ. എന്നിട്ട് ഞാൻ ഈ പറയണ ഈ കഥ അങ്ങനെ കേട്ടാൽ മതി. നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യാണ്. ടൂറിലൂടെ നമ്മൾ അങ്ങനെ പോകണം. ഈ ടൂറിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാവരും ഉണ്ട്. ദുബൈയിലുള്ള ആളും തൊടുപുഴയിലുള്ള ആളും കാസർഗോഡും മംഗലാപുരത്തുള്ള ആളും മലപ്പുറവും പാലക്കാടും കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ആളുകളും എല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു യാത്രയാണ്. എന്തൊരു ഭാഗ്യം. നമ്മൾ അങ്ങനെ വാഹനത്തിൽ കയറുകയാണ്, ബസ്സിൽ. ആ ബസ്സിന്റെ ഉള്ളിലുള്ള ആ ലൈറ്റപ്പും സീറ്റും ഒക്കെ ഒന്ന് കാണും. നമ്മൾ ഇരിക്കുന്ന സീറ്റ് ഒന്ന് കാണും. നമ്മളിങ്ങനെ പരസ്പരം ഇതുവരെ കാണാത്ത പല മുഖങ്ങളെയും നമ്മൾ വണ്ടിയിൽ കാണുന്നുണ്ട്. നമ്മളെല്ലാവരോടും പുഞ്ചിരിച്ച് നമ്മളെ സീറ്റിൽ പോയിട്ട് ഇരിക്കുകയാണ്. ആ സീറ്റിന്റെ സോഫ്റ്റ്നെസ് നമ്മൾ തിരിച്ചറിയാം. എന്ത് രസമുള്ള സീറ്റ്. നമ്മളതിലെ ലൈറ്റപ്പുകളൊന്ന് കാണാം, ബസ്സിലെ ലൈറ്റപ്പ്. അതിലെ മ്യൂസിക് ഒന്ന് കേൾക്കുക. നല്ല രസകരമായ പാട്ട് പാടുന്നത് കേൾക്കുക. അതിലെ വോളിയം ഒന്ന് കൂട്ടി നോക്കുക. അതിൻ്റെ ആ മ്യൂസിക്കിന്റെ റിഥങ്ങളൊന്ന് തിരിച്ചറിയാം. പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യാനുള്ള നമ്മൾ ആവേശം വരുന്നത് തിരിച്ചറിയാം. അപ്പോഴേക്ക് ആരോ ഒരാൾ മധുരം കൊണ്ടുവരുന്നുണ്ട്. ആ മധുരം നമ്മൾ നുണയാൻ പോവാണ്. നമ്മളെ നാവില് ആ മധുരത്തിന്റെ അംശം നിറഞ്ഞു നിൽക്കുന്നത് തിരിച്ചറിയാം. നമ്മൾ ഉമിനീരിനോടൊപ്പം ആ മധുരം താഴേക്ക് ഇറക്കുക. നമ്മൾ ആമാശയത്തിൽ ആ മധുരം ലയിച്ചിറങ്ങട്ടെ. വീണ്ടും മ്യൂസിക് ഒന്നും കൂടെ കേൾക്കുക. ഇപ്പോ ആരുടെയോ നല്ലൊരു സുഗന്ധം നമ്മളെ വാഹനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഫീൽ ചെയ്യുക. ഇപ്പോ ആരൊക്കെയോ ഡാൻസ് ചെയ്യണത് കാണുക നമുക്ക്. അപ്പോഴേക്ക് വണ്ടി ഇടക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതാ പുറത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കാണുകയാണ്, പാട്ടുകൾ നമ്മൾ കേൾക്കുകയാണ്, നല്ല മണം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ ടേസ്റ്റ് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. വല്ലാത്തൊരു സന്തോഷം മനസ്സ് മുഴുവൻ നിറയാണ്. നമ്മൾ അങ്ങനെ വണ്ടിയിലിരുന്നിട്ട് കുറേ നേരം യാത്ര ചെയ്യും. ഇപ്പോ നമ്മളൊരു മലയുടെ താഴ്വാരത്തിന് താഴെ ബസ് നിർത്തിയിട്ടുണ്ട്. അങ്ങ് മുകളിലൊരു അമ്പലം നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ മുകളിലേക്ക് നമുക്കെല്ലാവർക്കും പോവാനൊരു ആഗ്രഹം വരികയാണ്. നമ്മൾ ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് എല്ലാവരും വരിവരിയായി ആ അമ്പല നടയിലേക്ക് നടന്നു പോവുകയാണ്. ആ മലയുടെ മുകളിലുള്ള ആ ഭാഗത്തേക്ക് സ്റ്റെപ്പ് കയറുകയാണ് നമ്മൾ. നല്ല രസകരമായ കാഴ്ചകൾ കാണുകയാണ് നമ്മൾ. എന്തോ ഒരു രസകരമായ കാറ്റ്. ആ കാറ്റിന്റെ സുഗന്ധം നമ്മൾ അറിയാൻ, കാറ്റിന്റെ തലോടൽ നമ്മൾ അറിയാൻ. ഓരോ ആളുകൾ തമാശകൾ പറയുന്നുണ്ട്. ആ തമാശകൾ നമ്മൾ കേട്ട് ഓരോ ആളുടെ കയ്യും പിടിച്ചിട്ട് നമ്മൾ അങ്ങനെ കയറാൻ, മല കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോരോ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ വല്ലാത്ത കാഴ്ചകൾ കാണുന്നുണ്ട്. പരിസരത്തുള്ള പാടങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, കൃഷിക്കാരെ കാണുന്നുണ്ട്. നമ്മളെ ബസ് ഇങ്ങനെ ചെറുതായി ചെറുതായി പൊട്ടുപോലെ താഴെ കാണുന്നുണ്ട്. നമ്മൾ അങ്ങനെ മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി പോകുന്ന സമയത്താണ് നമുക്കൊക്കെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഒന്നോ രണ്ടോ ആളുകൾ കിടക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉള്ള ഒരു ഭാഗം അവിടെ കാണുന്നത്. നമുക്ക് അവിടേക്കൊന്നിങ്ങനെ നടന്നു പോയാലോ? നിങ്ങളിൽ ഒരാള് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ കിടക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഓരോ ആളുകളും എന്നോട് സമ്മതം ചോദിക്കുകയാണ്, ഞങ്ങൾ അവിടെ നിന്ന് പോയി കിടന്നോട്ടെ, ഈ കാറ്റൊന്ന് കുറച്ചു നേരം കിടന്നിട്ട് ഞങ്ങൾ ഉടനെ കയറി വരാം.
അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഇവിടെ നല്ല രസമാണ്, ഞാനൊന്ന് കിടക്കട്ടെ നിങ്ങളൊന്ന് ചോദിക്കണം. അപ്പോ ഒരാൾ അവിടെ കിടക്കുന്നുണ്ട്, അയാൾ വന്നിട്ട് പോകാമെന്ന് കരുതി തൽക്കാലം നമ്മളിവിടെ ഈ പാറപ്പുറത്ത് ഇരിക്കാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പാറപ്പുറത്തിരിക്കുകയാണ്. അമ്പലത്തിന് മുകളിലേക്ക് കയറുന്നതിന്, മലമുകളിലേക്ക് കയറുന്നതിന് പകരം നമ്മളിവിടെ തൽക്കാലം ഈ പാറപ്പുറത്തിരിക്കാൻ തീരുമാനിച്ച് നടന്നു പോകുന്ന വഴിയിലുള്ള ആ പച്ചപ്പുൽ മൈതാനിയിലെ ചെറിയ പാറപ്പുറത്ത് നമ്മൾ പോയിട്ടിരിക്കുകയാണ്. ചില ആളുകൾ ആ പച്ചപ്പുല്ലിൽ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോ ആ മഞ്ഞ് തുള്ളികൾ നമ്മുടെ ശരീരത്തിൽ തട്ടുന്നതിന്റെ ഫീലിംഗ് നമ്മൾ അറിയാം. നമ്മളെ കയ്യിലും ആ തണുപ്പ് തട്ടുന്നുണ്ട്, ആ തണുപ്പ് അറിയാം. ചില ആളുകൾ പാറപ്പുറത്തായിരിക്കണം, ആ പാറയുടെ ചെറിയൊരു ചൂട് നമ്മളെ ബാക്ക് ഭാഗത്ത് തട്ടുന്നത് നമ്മൾ അറിയുന്നുണ്ട്. തൊട്ടുമുള്ള ആ ചെറിയ മഞ്ഞ് പോലുള്ള പുൽത്തകിടിൽ നമ്മൾ തലോടാണ്. അപ്പൊ അവിടെ കിടക്കുന്ന ആൾ താഴെ കിടക്കുന്ന ആള് എണീറ്റ് വരുന്നത് കാണാൻ നമ്മളിൽ ഓരോ ആളുകളും ഞാൻ എന്ന ചിന്തയോടെ ഓരോ ആളുകളും താഴേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. ഒരു 10ഓളം സ്റ്റെപ്പ് ഉണ്ട്. ആ കാണുന്ന കിടക്കാൻ പറ്റുന്ന, ഈ കാറ്റൊക്കെ കൊള്ളാൻ പറ്റുന്ന ചെറിയൊരു കൂടാരം, ചെറിയൊരു വീട്. നമ്മൾ അതിലേക്ക് നടക്കാൻ പോകും. 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് നടക്കുക. അപ്പൊ നമ്മളിങ്ങനെ എണ്ണി നോക്കുകയാണ് എത്ര സ്റ്റെപ്പ് ഉണ്ട് താഴേക്ക്. 1, 2, 3, 4, 5, 10 സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് 10ാമത്തെ സ്റ്റെപ്പാണ്. 10ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 9ാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. നമുക്ക് വല്ലാത്തൊരു ആവേശവും ഉന്മേഷവും ആനന്ദവും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. കണ്ണൊന്നിങ്ങനെ ചിമ്മാനുള്ള ആഗ്രഹം വല്ലാതെ വരികയാണ്. വല്ലാത്തൊരു സുഖം. നമ്മൾ 9ാമത്തെ സ്റ്റെപ്പിൽ നിന്നും 8ാമത്തെ സ്റ്റെപ്പിലേക്ക് വെക്കുകയാണ്. കാലുകൾക്കൊക്കെ ഇങ്ങനെ ഒരു തളർച്ച വരുന്നത് പോലെ, കണ്ണുകൾക്കൊക്കെ ഉറക്കം വരുന്നത് പോലെ ഒരു ഫീലിംഗ് നമുക്ക് വരും. 8ാമത്തെ സ്റ്റെപ്പിൽ നിന്നും 7ാമത്തെ സ്റ്റെപ്പിലേക്ക് വരിക. ഇറങ്ങുമ്പോൾ കാലിനൊക്കെ തളർച്ച വരുന്നുണ്ട്, ഉറങ്ങാനുള്ളൊരു ആവേശം വരുന്നുണ്ട്, കണ്ണുകൾക്കൊക്കെ ക്ഷീണം വരുന്നത് പോലെ ഉണ്ട്. 6ൽ നിന്നും 5ാമത്തെ സ്റ്റെപ്പിലേക്ക് വെക്കുമ്പോൾ ഉറക്കം വല്ലാതെ വരുന്നുണ്ട്. 5ൽ നിന്ന് 4ാമത്തെ സ്റ്റെപ്പിലേക്ക് കാല് വെക്കുമ്പോൾ വേഗത്തിൽ ഉറങ്ങാനുള്ള ആഗ്രഹത്തോടെ. 4ൽ നിന്നും 3ാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ കണ്ണുകൾ ഇറുകി അടയാണ്, കാലുകളൊക്കെ തളരുകയാണ്, ഉറക്കത്തിന്റെ വല്ലാത്തൊരു സുഖം കിട്ടാൻ വെമ്പൽ കൊള്ളുകയാണ്. 3ൽ നിന്നും 2ാമത്തെ സ്റ്റെപ്പിലേക്ക് വെക്കുകയാണ്. നമ്മളെ മുമ്പിൽ നല്ല സുഖസുന്ദരമായി കിടക്കാൻ പറ്റുന്ന ഒരു കട്ടിലും നല്ല സോഫ പോലുള്ളൊരു മെത്തയും കാണുകയാണ്. നമ്മൾ 2ാമത്തെ സ്റ്റെപ്പിൽ നിന്നും 1ാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. കാലെടുത്ത് വെച്ച് നേരെ ആ ബെഡിലേക്ക് കിടക്കുകയാണ്. നല്ല വീഴാണ്. വല്ലാത്തൊരു സുഖസുന്ദരമായ ഉറക്കം നമ്മൾ ഉറങ്ങാൻ പോകും. ഇപ്പൊ നമ്മുടെ കൈകളും കാലുകളും എല്ലാം നമ്മൾ തളർത്തിയിടുകയാണ്. ഷോൾഡറും തളർത്തിയിടുകയാണ്. വല്ലാത്തൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടുകയാണ്. ഇപ്പൊ നമ്മളെ ഷോൾഡർ റിലാക്സ് ചെയ്യണം, കൈകളും കാലുകളും റിലാക്സ് ആകും, കണ്ണുകളും റിലാക്സ് ആകും, ശരീരത്തിലെ ഓരോ മസിലുകളും റിലാക്സ് ആകും. വളരെ ശാന്തമാണ്, സുഖസുന്ദരമായ ഒരു ഉറക്കം. വല്ലാത്തൊരു സുഖം, വല്ലാത്തൊരു സുഖനിദ്ര നമുക്ക് കിട്ടുകയാണ്. ഇക്കാലം അത്രയും കിട്ടാത്തൊരു ആനന്ദം നമ്മുടെ ശരീരം മുഴുവനും പാസ് ചെയ്യാൻ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു സുഖം, ഒരു അസുലഭ മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൈകൾക്കും കാലുകൾക്കും ഒക്കെ വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. റിലാക്സ് ചെയ്ത ശരീരത്തിലൂടെ മുഴുവനും വല്ലാത്തൊരു ഒരു വൈബ്രേഷൻ നടക്കുന്നുണ്ട്, പോസിറ്റീവ് വൈബ്രേഷൻ നടക്കുന്നുണ്ട്. ആനന്ദമാണ് ഇപ്പോൾ.
ഓരോ കോശങ്ങളും ഇപ്പൊ ആക്റ്റീവാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാണാത്ത രോഗാണുക്കളൊക്കെ ഇപ്പോൾ നമ്മളിൽ നിന്ന് ശരീരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ആക്റ്റീവായ ശരീരമായിട്ട് നമ്മുടെ ശരീരം മാറുകയാണ്. വയസ്സനായും പ്രായമായും തോന്നിയും നമ്മളൊക്കെ ചുറുചുറുക്കുള്ള ആളുകളായിട്ട് മാറുകയാണ്. കോശങ്ങളൊക്കെ ആക്റ്റീവ് ആകണമെന്ന് ഫീൽ ചെയ്യുക. നിർദ്ദേശം കൊടുക്കുക നിങ്ങൾ അബോധ മനസ്സിന്. ഓരോ കോശങ്ങളെയും വേഗം ഇപ്പൊ തന്നെ റിലാക്സ് ചെയ്യിച്ച് വളരെ പെട്ടെന്ന് പോസിറ്റീവ് വൈബോട് കൂടെ വളരെ തിളക്കമുള്ള കോശങ്ങളാക്കി മാറ്റാൻ നിങ്ങൾ നിർദ്ദേശം കൊടുക്കുക. ശരീരത്തിലെ ഓരോ ഡെഡായി കിടക്കുന്ന കോശങ്ങളും ദ്രവിച്ചു പോയിക്കോട്ടെ. ഇപ്പൊ പുതിയത് ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും തെളിഞ്ഞു വരുന്നത് നിങ്ങൾ കാണും. ആ തെളിച്ചത്തെ തിരിച്ചറിയുക, നന്നായി അനുഭവിക്കുക, ആസ്വദിക്കുക. ഇപ്പൊ നിങ്ങളെ കൈകൾക്കൊക്കെ സ്ട്രോങ് വരുന്നുണ്ട്, കാലൊക്കെ സ്ട്രോങ് ആയി വരുന്നത് ഫീൽ ചെയ്യുക. നിങ്ങളെ ശ്വാസവും വളരെ പവർഫുൾ, നിങ്ങളെ വാക്കുകളും വളരെ പവർഫുൾ, നിങ്ങളുടെ നോട്ടവും വളരെ പവർഫുള്ളാണ്. നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ കഴിയും. ഇന്ന് മുതൽ നിങ്ങൾ വളരെ മാറ്റം വന്ന മനുഷ്യരാണ്. സദാസമയം പുഞ്ചിരിക്കാൻ കഴിയുന്ന ആളാണ്. ഈ ഉറക്കിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പുതിയ ഒരാളായിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഈ ആളുകൾക്കൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യാൻ കഴിയണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന, ശരീരത്തിലെ എല്ലാ രോഗാണുക്കളും മാറിയ വളരെ പോസിറ്റീവ് വൈബുള്ള ഒരാളാണ്. ഇനി കണ്ണ് തുറക്കാൻ പോകുന്നത് തിരിച്ചറിയാൻ. ശ്വാസം നന്നായി എടുക്കുക. ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും പോസിറ്റീവ് വൈബ് വരുന്നത് തിരിച്ചറിയാം. ഓക്സിജനിലൂടെ നിങ്ങൾ പാസ് ചെയ്യാം. വളരെ ശക്തമായ ഒരാളാണ് ഈ ശരീരത്തിലുള്ളതെന്ന് തിരിച്ചറിയാം. നിർദ്ദേശം കൊടുക്കുക. യെസ്, ഞാൻ മാറി, ഞാൻ സ്ട്രോങ് ആണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ മടി ഇവിടെ തീരുകയാണ്. എൻ്റെ മടിയെ ഈ റൂമിൽ ഞാൻ ഇട്ടാണ് എണീക്കുന്നത് വളരെ പവർഫുൾ ആയ ഒരാളായിട്ടാണ്. ഞാൻ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന നന്മകളെ കുറിച്ചൊന്ന് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരിക. ചെയ്തു തീർക്കാൻ പോകുന്ന സമൂഹത്തിനും നാട്ടിനും കുടുംബത്തിനും നാട്ടുകാർക്കും ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കണം. നല്ല കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലൊന്നും ഇങ്ങനെ കൊണ്ടുവരും. വളരെ സന്തോഷത്തോടെയാണെന്ന് തിരിച്ചറിയാം നമ്മളൊക്കെ. ആ സന്തോഷം ശരീരം മുഴുവനും പാസ് ചെയ്യണത് തിരിച്ചറിയാം. ഹൃദയമിടിപ്പ് കൂടിയത് തിരിച്ചറിയാം. ശ്വാസത്തിന്റെ ഗതി മാറിയത് തിരിച്ചറിയാം. കൈക്ക് ബലം വന്നത് തിരിച്ചറിയാം. ഓരോ കോശങ്ങളും ആക്റ്റീവായെന്ന് തിരിച്ചറിയാം. ഈ നിമിഷം മുതൽ ഞാൻ പുതിയ ആളാണെന്ന് തിരിച്ചറിയാം. കൈകൾ നന്നായി ചൂടാക്കുക, നന്നായി ചൂടാക്കുക, റബ്ബ് ചെയ്യാം, നന്നായി റബ്ബ് ചെയ്യുക, ചൂടാക്കുക, നന്നായി ചൂടാക്കുക, നന്നായി ചൂടാക്കുക, നല്ല ചൂട് കൊടുക്കുക. എന്നിട്ട് കണ്ണിൽ അപ്ലൈ ചെയ്യുക. വീണ്ടും കൈ നന്നായി ചൂടാക്കുക, രണ്ട് കണ്ണും തടവുക ആ ചൂട് കൊണ്ട്. വീണ്ടും കൈ നന്നായി ചൂടാക്കിയിട്ട് രണ്ട് ചെവിയിലും കൊടുക്കുക. വീണ്ടും കൈ ചൂടാക്കുക, മുഖം മുഴുവനും തടവും, ചെസ്റ്റും ശരീരം മുഴുവനും തടവും, കാല് വരെ തടവും. പറയാം, ഐ ആം സ്ട്രോങ്, ഐ ആം പവർഫുൾ, ഐ ആം സ്ട്രോങ്, ഐ ആം പവർഫുൾ. കണ്ണ് വളരെ സാവധാനം തുറക്കുക, വളരെ സാവധാനം തുറക്കുക. അവിടെ പരിസരത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ഹഗ് ചെയ്യാം. കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കെട്ടിപ്പിടിക്കാം. ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ആണെങ്കിലല്ലേ നമുക്ക് വേറെ ആരെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ കൈ ഇങ്ങനെ ഒന്ന് കൊടുക്കുക. പരസ്പരം കൊടുക്കുന്നതിന് പകരം എനിക്കാണെന്ന് കരുതിയിട്ട് എനിക്ക് കൈ തന്നെയാണ് കേട്ടോ. നിങ്ങളെ കൈ തന്നെ പിടിച്ചാൽ മതി. കൈ പാർസലാക്കൊന്നും വേണ്ട. ഓക്കെ, വാട്ട് യു ഫീൽ? എന്താണ് നിങ്ങളെ ഫീലിംഗ്? 5 മിനിറ്റ് സമയമുണ്ട്. വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കിക്ക് ചെയ്തിട്ട് പോവുകയും ചെയ്യാം കേട്ടോ. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇപ്പൊ മൈക്ക് ഓൺ ചെയ്യാവുന്നതാണ്. എല്ലാരും ഇറങ്ങിപ്പോയോ? എണീറ്റില്ലേ? ഹലോ, നിങ്ങൾ മൈക്ക് ഓൺ ആക്കാൻ അവസരം തന്നല്ലോ.
ഓക്കെ. എന്തൊക്കെ ഓക്കെ സർ. ഓക്കെ പറഞ്ഞാ പോലെ എന്തൊക്കെയാണ് പറഞ്ഞാണ്. എക്സ്പീരിയൻസ് നന്നായിട്ട് പറഞ്ഞേ. അതല്ലേ എനിക്കുള്ള നിങ്ങളേക്ക് കിട്ടുന്ന ഫീസ്. ഒന്നും തോന്നിയില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കൊന്നും സംഭവിച്ചില്ല, അങ്ങനെ ഒരു മലയോ ഒന്നും ഞാൻ കണ്ടില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഓ സഫീദ്, ഓസം, വെരി ഗുഡ്. അതൊന്ന് പറഞ്ഞൂടെ മനസ്സിലാങ്ങൾക്ക്, എന്നാ കേട്ടൂടെ? എനിക്കൊന്നും തോന്നില്ല. ആ വെരി ഗുഡ്. അതാരാ പറഞ്ഞാള്? മുമ്പോട്ട്. മമ്മൂട്ടിക്ക. ഒന്നും തോന്നില്ല, വെറുതെ എന്തോ പറഞ്ഞു മാത്രം അല്ലേ? ആ വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾക്ക് നിങ്ങളെ പ്രത്യേകമായിട്ട് ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ. ഓക്കെ, നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതല്ല കേട്ടോ. നമുക്കിത് അതൊരു കേസാണ്. കേസ് നമ്മൾ കൈകാര്യം ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും ആൾക്കാരുടെ ചോദിക്കുന്നതിന് വർഷത്തിന് സ്വകാര്യം ചോദിക്കേണ്ടതാണ്, എന്നാലും ചോദിക്കാണ്. പലപ്പോഴും ഉറക്കത്തിൽ ഞെട്ടി ഉണരാറുണ്ടോ? ഇല്ല. ഇല്ല, ഞെട്ടി ഉണർന്നിട്ടില്ല. ഇല്ല. വെരി ഗുഡ്. എന്നാ അടുത്ത ചോദ്യം, ഉറക്കിലെ മൂത്രമൊഴിക്കൽ എത്രാമത്തെ വയസ്സിലാണ് നിന്നത്? ഓർമ്മ വെച്ചതിന് ശേഷം ഒരു 7 വയസ്സ് കഴിയും. 7 വയസ്സ് വരെ ഒക്കെ ഉണ്ടായിരുന്നു. 7 വയസ്സ് കഴിയുന്നതാണ്. ഭയപ്പെടേണ്ടതില്ല, കേസ് വേറെയാണെന്ന് അർത്ഥം. ഇത്രേ ഉള്ളൂ. അതിൽ ഇൻസൾട്ട് ചെയ്തതല്ല കേട്ടോ. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ സഹിച്ചാൽ മതി. ഇൻസൾട്ടിങ് അല്ലാതെ കേസ് കഴിക്കണം. ഓക്കെ. ഇനി അടുത്ത ആൾക്കാർ എക്സ്പീരിയൻസ് പറയും. ഇനി പിന്നെ എനിക്കൊന്നും തോന്നിയില്ല വെച്ചിട്ട് പറയാതിരിക്കും വേണ്ട. ഇത് സിമ്പിൾ ആണ്. 2 കാര്യങ്ങളാണ് അതിന്റെ ബേസ് ഉള്ളത്. അത് നമ്മൾ നേരിൽ കാണുമ്പോൾ നമുക്കത് പറയാവുന്നതാണ്. അതും കരുതിയിട്ട് ഇനി അതും പറയാതെ നിൽക്കുന്നു വേണം കേട്ടോ. മൂത്രവെച്ച കഥയൊക്കെ ചോദിക്കുന്ന എത്തിക്കാണ്ട് പറയാതിരിക്കണ്ടെന്ന് പറയാം. ആയിക്കോട്ടെ. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. സെക്കീനകൾ പറയൂ. അവര് ഉറങ്ങിപ്പോയാന്ന് തോന്നുന്നു. സാറ് ഉറങ്ങിയിട്ടില്ല. ഇല്ല, ഉറങ്ങിയിട്ടില്ല. ഉറങ്ങി സുന്ദരമായിട്ട് ഉറക്കം കിട്ടിയില്ലേ? ഉറങ്ങിയിട്ടില്ല. എനിക്ക് 2 ദിവസമായിട്ട് വയ്യാതിരിക്കുകയാണ് ഞാൻ. സുഖമില്ലാതെ കിടക്കുകയാണ്. 2 ദിവസമായിട്ട് വയ്യ, തീരെ വയ്യാതെ. എന്തിനാ വയ്യാത്തത്? അതടുത്ത ചോദ്യം. നീർക്കെട്ടും കഫക്കെട്ടൊക്കെ ആയിട്ട് പനി അയ്യോ, നീർക്കെട്ടും കഫക്കെട്ടും അത് ആരെ രോഗാന്ന് പറഞ്ഞോട്. അപ്പൊ അങ്ങനെ മെഡിറ്റേഷനിൽ ഇരുന്നപ്പോ എനിക്ക് ചെറിയൊരു തലവേദന പോലെ ഫീൽ ചെയ്തു. തലയുടെ കനക്കം കൂടി. അപ്പൊ സഹോദരി, നിങ്ങൾ നിർബന്ധമായും NLP ചെയ്യണം. പൈസ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് വന്നിട്ടും ചെയ്യണം. ഈ പറയപ്പെട്ട ജലദോഷമോ പനിയോ രോഗമല്ല, രോഗലക്ഷണങ്ങളാണ്. പനി രോഗമല്ല, രോഗലക്ഷണമാണ്. അത് പാരസെറ്റമോൾ തീർക്കേണ്ടതല്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. പിന്നെ കഫക്കെട്ട്, ചുമ, ഇതൊന്നും രോഗമല്ല. ഇത് നമ്മുടെ ശരീരത്തിലുള്ള വാദം, പിത്തം, കഫം എന്നിത്യാദി പ്രശ്നങ്ങളുടെ കൂടിച്ചേരലുകളെ അതൊന്ന് പുറന്തള്ളാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ നന്നായിട്ട് ആവി പിടിച്ചാൽ മതി. ഇതൊന്നും രോഗിയായെന്ന് പറഞ്ഞിട്ട് കിടക്കണ്ട. അമ്മായിമാരോട് അമ്മോസാക്കനോടൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ കിടന്നോളെ കേട്ടോ. ഇത് രോഗമായിട്ട് കിടക്കണ്ട എന്നുള്ള അഭിപ്രായം നമുക്കുള്ളത്. അത് മാസ്റ്റർ വരുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോ എന്താ പറയാ, ഞാൻ മരുന്ന് കഴിച്ചിട്ട് വർഷങ്ങളായി. നമ്മൾ NLPയിൽ വന്ന അധികം ആളുകൾ നമ്മള് മരുന്ന് കഴിക്കുന്നില്ല. ഇല്ല. അപ്പൊ അയ്യോ, ഇനി 1 മിനിറ്റേ ഉള്ളൂ. നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. അപ്പൊ ക്ലാസ് സമാപിച്ചിരിക്കുന്നു. ഇനി എന്നാണ് ക്ലാസ് വേണ്ടതെന്നുള്ളത് നമുക്ക് വഴിയെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചർച്ച ചെയ്യാം. നിർത്തിക്കോട്ടെ. എല്ലാവരുടെയും സന്തോഷത്തോടെ, സമാധാനത്തോടെ, എല്ലാവരുടെയും പ്രാർത്ഥനയോടെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് സർവശക്തനെ സ്തുതിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. Thank you. Thank you. Thank you. Thank you. Thank you. Thank you, sir. Thank you.